മെമ്പർമാരുണ്ട് ഞങ്ങൾക്ക്, വനിതാ മെമ്പർമാർ. ഇവരാരെയും തിരിഞ്ഞു നോക്കണ്ട. ഇതിപ്പോൾ പളാളി പഞ്ചായത്തിൻ്റെ തെക്കാശ്ശേരി പഞ്ചായത്തിൻ്റെ അതിരിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. പക്ഷെ ആരെങ്കിലും പ്രതികരിക്കാനുണ്ട്? ഒരു മനുഷ്യൻ പ്രതികരിക്കണം. അവരൊക്കെ ആനുകൂല്യങ്ങൾ പറ്റിച്ച് മേടിച്ച് കൊണ്ടുപോയി വെച്ചിരിക്കണവരാരും പ്രതികരിക്കില്ല. ഈ പൊതുസമൂഹത്തിൻ്റെ പേരിൽ ഇവിടെ ഒരു ആപത്ത് വന്നാൽ ആരെ സഹായിക്കാനുള്ളത്? ചെറിയ കുട്ടികൾ തൊട്ട് വലിയ കുട്ടികൾ വരെ രാത്രി സമയങ്ങളിലും വിദ്യാഭ്യാസം കഴിഞ്ഞ് പോരുന്നവരുണ്ട്. അവർക്ക് ആരാ ആശ്രയമുള്ളത്? ഇവിടെ വെളിച്ചോണ്ട ഇപ്പം ഞാൻ വെളിച്ചത്തിന് മുമ്പ് നിൽക്കണം. അങ്ങോട്ട് പോയി ഞങ്ങളുടെ ഗ്രാമത്തേക്ക് വെളിച്ചമില്ല. വർഷങ്ങളായി ഞങ്ങൾ താമസിക്കണം. ഞാൻ 64 വയസ്സുണ്ട്. ഞങ്ങളുടെ ഗ്രാമത്തിൽ അറ്റവും ഇല്ല, റോഡും ഇല്ല, വെളിച്ചവും ഇല്ല. ഇത് പ്രതികരിക്കാനായിട്ട് ഞാൻ ബഹുമാനപ്പെട്ട MLA പറയാം. അറ്റത്തേക്ക് ഒരു റോഡ് ഞങ്ങളുടെ ഗ്രാമം എന്നുള്ള ഇപ്പോൾ 2 ഗ്രാമത്തിന് അതിരിലാണ് ഞാൻ നിൽക്കുന്നത്. ഇവിടെ ആരും ശരിക്കും പറഞ്ഞാൽ ഈ റെജി മാത്രമാണ് ഇവിടെ കോൺഗ്രസിൻ്റെ പാനലിൽ എതിർക്കാനുള്ളതും കാട് വെട്ടാനുള്ളതും എല്ലാം ചെയ്യുന്ന റെജിയാണ്. ഞാൻ എൻ്റെ അനിയൻ്റെ പ്രായമുള്ളൂ. ഞാൻ അയാളുടെ കൂടെയാണ്. ഇനിയും ഉണ്ടാവും. നാളെ ഇപ്പം പോയി വീട്ടിൽ പോയി മരിച്ചു പോയപ്പോലും എൻ്റെ ആത്മാവ് അയാളുടെ കൂടെ. അയാളാണ് ഇവിടെ ഈ ശുചീകരണ പ്രവർത്തനം ചെയ്യുന്നത്. ഒരാളും ഞാനിവിടെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. പോകുമ്പോൾ ഒന്ന് കാണും, ചിരിക്കും. അങ്ങനെ അതല്ല, എനിക്കോ ഉണ്ട് ഉത്തരവാദിത്വം. ഞാനും ഈ റെജിയുടെ കൂടെ ഞാനും ഉണ്ടാവും. ഞാൻ ശരിക്കും യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു. ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് 2 തെരഞ്ഞെടുപ്പിന് മുമ്പ് ഞാൻ വോട്ട് ചെയ്തവനേക്കാണ്. ഞാൻ കോൺഗ്രസിൻ്റെ MLA ഇവിടെ നിന്ന് അവിടെ തൊട്ട് ഞാൻ എൻ്റെ വ്യക്തമായ രാഷ്ട്രീയമാണ്. ഞാൻ കോൺഗ്രസിലേക്ക് കൂടി. എനിക്ക് ആത്മാർത്ഥത്തോട്ട് എവിടെ വെച്ചും ഞാൻ പറയും, എത്ര ദൂരം ഇത്രയും പേടിച്ചാണ് ഇതിലെ കടന്നു പോകുന്നത്. ആരും ഇതിൽ ശ്രദ്ധിക്കാറില്ല, ആരും സഹായിക്കാറുമില്ല. ഈ ഞങ്ങളുടെ 2 മെമ്പർമാർ ഇവിടെ ഉണ്ട്. എന്താ ചെയ്യണത്? ഞങ്ങൾക്ക് വഴിവിളക്കുണ്ട്, ഞങ്ങൾക്ക് അറ്റത്തേക്ക് റോഡുണ്ടാകും. എന്ത് ചെയ്ത് ഈ മാറി വന്ന് അതൊക്കെ വന്ന് മുഴുവൻ ഭരിച്ചിരിക്കണം. കുറേ കാലം കോൺഗ്രസ് ഭരിച്ചിട്ടുണ്ട്, ഇതൊക്കെ ശരിയാണ്. പക്ഷേ ഇപ്പോൾ ഭരിക്കണത് ഇടതുപക്ഷ ചിന്താഗതിക്കാരാണ്. ഒന്ന് BJPയുടെ മെമ്പറുണ്ട്, ഇടതുപക്ഷ മെമ്പർ 2 ടേം ഭരിച്ച്. ഇവിടെ ഞങ്ങൾക്ക് റോഡിൻ്റെ അറ്റം ഉണ്ടാകും, വെളിച്ചമുണ്ട്. അങ്ങോട്ട് ഒരാളും തിരിഞ്ഞു നോക്കണ്ട. നമ്മുടെ MP ഞങ്ങളെ സഹായിക്കണം. ഈ പ്രദേശം എനിക്കുണ്ട് മകൾ. ഒത്തിരി പെമ്പിള്ളേർ ഇവിടെ കടന്നു പോകുന്നുണ്ട്. അവർ വിദ്യാഭ്യാസം കഴിഞ്ഞ് പോകുന്നുണ്ട്, ജോലി കഴിഞ്ഞ് പോകുന്നുണ്ട്. അവർ പേടിച്ചാണ് ഈ ഗ്രാമത്തിൽ കൂടി പോണത്. ഒരാളും തിരിഞ്ഞു പോകില്ല. ഞങ്ങൾക്ക് എന്താ ചെയ്തിരിക്കുന്നത്? ഞങ്ങൾക്ക് ഈ കാടും പട്ടും വെട്ടി ഞങ്ങളുടെ വീടിൻ്റെ അഭിവൃദ്ധി മാത്രമല്ല പ്രശ്നം. നമ്മുടെ നാട് ഈ ഇതിലെ കൂടി പോകുന്ന ഒത്തിരി പെമ്പിള്ളേരുണ്ട്. ഈ മെമ്പർമാരുടെ മക്കളുണ്ട്, അവരാണുമുണ്ട് പെണ്ണുമുണ്ട്. ഇവരാരെങ്കിലും പ്രതികരിക്കാനില്ല, ഒരാളും പ്രതികരിക്കില്ല. കാരണം അവർ സുരക്ഷിതമായ വാഹനത്തിലാണ് പോകുന്നത്. ഇവിടെ അതല്ല, ഇവിടെ നശിഞ്ഞ് കിടക്കുന്ന സ്ഥലമാണ്. ഈ സ്ഥലത്ത് ഉള്ള മാലിന്യങ്ങൾ മുഴുവൻ ഇവിടെ ഇട്ടിട്ടുണ്ട്. ഞാൻ എൻ്റെ വീട് ഇവിടെയാണ്, എൻ്റെ അടുത്താണ്. ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് 20 മീറ്റർ അകലെ ഞാൻ നിൽക്കുന്നത്. എനിക്കൊണ്ട് ബെമ്മകൾ ഇവിടെ പേടിച്ചാണ് അവർ കഴിഞ്ഞു പോകുന്നത്. അവർ ഇവിടുന്ന് ഈ 3 കിലോമീറ്റർ ഇത്രയും ഡിസ്റ്റൻസിൽ കടന്നു പോകണം. അവർ പേടിച്ചാൽ കടന്നു പോകണം. അതനുഭവം ഉണ്ടാകും. ഞാനും ഒരു അച്ഛനാണ്, എനിക്കൊരു മകളുണ്ട്. എൻ്റെ മകളെ പോയി കൂട്ടിക്കൊണ്ടുവരണമെങ്കിൽ ഒരു സാധാരണ കൂലിപ്പണിക്കാരനാണെങ്കിൽ അവരെത്ര സമയം നിൽക്കണം. ഇവിടെ ആരെങ്കിലും ശ്രദ്ധിക്കാനുണ്ടോ? ഞാൻ ഇടതുപക്ഷ ചിന്താക്കാരനാണ്. ഈ 2 തെരഞ്ഞെടുപ്പിന് മുമ്പ് വരെ ഞാൻ ഇടതുപക്ഷത്ത് വോട്ട് ചെയ്ത ഒരാളും ഇവിടെ ആരും പ്രതികരിക്കാനില്ല. ഇവിടെ കാടായാലും പടലായാലും എങ്ങനെയെങ്കിലുമൊക്കെ പിള്ളേർ മക്കളൊന്നും ചിന്തിക്കണം. 2 പേരുണ്ട് ഞങ്ങൾക്ക്, വനിതാ മെമ്പർമാർ.